ഹായ് ഡിയേഴ്സ്, മെഡിക്കൽ കാറ്റഗറി ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും ആകാംക്ഷയായിരുന്നു. മെഡിക്കൽ കാറ്റഗറി ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. അപ്പൊ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകൾക്ക് വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ആ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. നമ്മളിടുന്ന ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. 2020 വർഷത്തെ മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലെ പ്രവേശനത്തിന് അപേക്ഷിച്ച വിവിധ സംവരണത്തിന് അർഹരായവരുടെ കാറ്റഗറി ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. കീം 2020 അപേക്ഷിച്ച വിദ്യാർത്ഥികൾക്ക് 11/5/2020 വിജ്ഞാപന പ്രകാരം അവരുടെ പ്രൊഫൈൽ പരിശോധിക്കുന്നതിനും കാറ്റഗറി പരിശോധിക്കുന്നതിനും അപാകതകൾ പരിഹരിക്കുന്നതിനും അവസരം നൽകിയിരുന്നു. നിശ്ചിത സമയത്തിനകം സംവരണം തെളിയിക്കുന്നതിനുള്ള ആധികാരിക രേഖകൾ കൊടുത്ത എല്ലാ വിദ്യാർത്ഥികളെയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാറ്റഗറി ലിസ്റ്റ് നമുക്ക് പരിശോധിക്കാവുന്നതാണ്. cee.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലെ പ്രവേശനത്തിനായി ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ചവരിൽ ഇപ്പോഴും നേറ്റിവിറ്റി സംബന്ധമായ അപാകതകൾ നിലനിൽക്കുന്നുവെങ്കിൽ അവ പരിഹരിക്കുന്നതിന് 8/11/2020 ഉച്ചയ്ക്ക് 2 മണിവരെ സമയം അനുവദിക്കുന്നതാണ്. നിശ്ചിത സമയത്തിനകം ഈ രേഖകളിലെ അപാകതകൾ പരിഹരിക്കേണ്ടതാണ്. നേറ്റിവിറ്റി സംബന്ധമായ അപാകതകൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള സമയം തന്നിട്ടുണ്ട്. 8-ാം തീയതിയാണ് 2 മണിവരെയാണ് സമയം അനുവദിച്ചിട്ടുള്ളത്. അപ്പൊ എല്ലാവരും അവരുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ പോയി പ്രൊഫൈലുകൾ പരിശോധിക്കേണ്ടതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും രേഖകൾ അവിടെ സമർപ്പിക്കാനുണ്ടെങ്കിൽ അത് കൊടുക്കാനുള്ള സമയവും തന്നിട്ടുണ്ട്. NRI കോട്ടയിലേക്കുള്ള ലിസ്റ്റ് പിന്നീടാണ് പ്രസിദ്ധീകരിക്കുന്നത്. കാറ്റഗറി ലിസ്റ്റ് എങ്ങനെ നമുക്ക് പരിശോധിക്കാൻ നോക്കാം. cee.kerala.gov.in പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാറ്റഗറി ലിസ്റ്റ് പരിശോധിക്കാവുന്നതാണ്. ഇവിടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാറ്റഗറി ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. കാറ്റഗറി ലിസ്റ്റ് നമുക്ക് കാണാവുന്നതാണ്. മെഡിക്കൽ അലൈഡ് കോഴ്സുകൾ, ആയുർവേദ ലിസ്റ്റുകൾ ഇവിടെ പബ്ലിഷ് ആയിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഇത് ചെക്ക് ചെയ്യാവുന്നതാണ്. മെഡിക്കൽ കോഴ്സുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാറ്റഗറി വൈസ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. Candidates expect non-Keralite qualified for above course and included in the state rank list are eligible for state merit. സ്റ്റേറ്റ് റാങ്ക് ലിസ്റ്റ് ഉള്ളവർ തന്നെയാണ് സ്റ്റേറ്റ് മെറിറ്റിലേക്ക് എലിജിബിൾ ആയിട്ടുള്ളതെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഇപ്പൊ വിദ്യാർത്ഥികൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാറ്റഗറി ലിസ്റ്റും സ്റ്റേറ്റ് റാങ്കും ഒന്നാണോ എന്നുള്ളത്. രണ്ടും രണ്ട് തന്നെയാണ്. സ്റ്റേറ്റ് മെറിറ്റ് ആണ്, സ്റ്റേറ്റ് റാങ്ക് ആയിട്ടാണ് സ്റ്റേറ്റ് മെറിറ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന കാറ്റഗറി വൈസ് ആയിട്ടാണ്. മെഡിക്കലിന് ഈഴവ കാറ്റഗറി, ഇവിടെ ഈഴവ കാറ്റഗറി ലിസ്റ്റ് ഇവിടെ പബ്ലിഷ് ആയിട്ടുണ്ട്. അത് സീരിയൽ നമ്പർ ആണ് കുട്ടികളെ വന്നിരിക്കുന്നത്. ഫസ്റ്റില് സീരിയൽ നമ്പർ, അത് ഈ ഒരു ഓർഡറിലാണ് വരുന്നത്. സീരിയൽ നമ്പർ ഈ ഒരു ഓർഡറിലാണ് വരുന്നത്, ഹൊറിസോണ്ടൽ ആയിട്ടാണ് വരുന്നത്. റോൾ നമ്പർ, റാങ്ക്, ഈ രീതിയിലാണ് കാറ്റഗറി ലിസ്റ്റ് വന്നിരിക്കുന്നത്. രണ്ടാമത്തെ സീരിയൽ നമ്പർ, റോൾ നമ്പർ, റാങ്ക്, ഈ രീതിയിലാണ് കാറ്റഗറി ലിസ്റ്റ് നമുക്ക് പരിശോധിക്കാവുന്നതാണ്. എല്ലാ വിദ്യാർത്ഥികൾക്കും കാൻഡിഡേറ്റ് പോർട്ടലിൽ പോയി പരിശോധിക്കാവുന്നതാണ്. നിങ്ങളുടെ റോൾ നമ്പറും കാര്യങ്ങളും നോക്കുക. മെഡിക്കൽ അലൈഡ് കോഴ്സുകളുടെയും കാറ്റഗറി ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഇവിടെയും സ്റ്റേറ്റ് മെറിറ്റ് ഉണ്ട്. ഓൾ കാൻഡിഡേറ്റ്സ് ഹു ഹാവ് ബീൻ ഇൻക്ലൂഡഡ് ഇൻ ദ സ്റ്റേറ്റ് റാങ്ക് ആർ എലിജിബിൾ ഫോർ സ്റ്റേറ്റ് മെറിറ്റ് ആണ്. അപ്പൊ എല്ലാ വിദ്യാർത്ഥികളും, സ്റ്റേറ്റ് റാങ്കിലുള്ള എല്ലാ വിദ്യാർത്ഥികളും സ്റ്റേറ്റ് മെറിറ്റിലേക്ക് പരിഗണിക്കുന്നതാണ്. അപ്പൊ അവരെ ആ ഒരു രീതിയിലും അവർക്കുള്ള അഡ്മിഷൻ ലഭിക്കുന്നതാണ്. ഒപ്പം തന്നെ അവർ കാറ്റഗറി വൈസ് ആയിട്ടും അവർക്ക് പരിഗണന ലഭിക്കുന്നതാണ്. ഇപ്പൊ കാറ്റഗറി വിദ്യാർത്ഥികൾക്ക് 2 രീതിയിലുള്ള പരിഗണനകൾ ലഭിക്കുന്നതാണ്. സ്റ്റേറ്റ് റാങ്കിൽ അവരെ പരിഗണിക്കുന്നതാണ്, കാറ്റഗറി വൈസിലും അവരെ പരിഗണിക്കുന്നതാണ്. ആയുർവേദത്തിന്റെയും കാറ്റഗറി ലിസ്റ്റ് പബ്ലിഷ് ആയിട്ടുണ്ട്. അപ്പൊ ആയുർവേദ കോഴ്സിനും ഇതേപോലെ തന്നെയാണ്. ഓൾ കാൻഡിഡേറ്റ്സ് ഹു ഹാവ് ബീൻ ഇൻക്ലൂഡഡ് ഇൻ ദ സ്റ്റേറ്റ് റാങ്ക് ആർ എലിജിബിൾ ടു സ്റ്റേറ്റ് മെറിറ്റ്. സ്റ്റേറ്റ് റാങ്കിലുള്ള എല്ലാ കുട്ടികളും സ്റ്റേറ്റ് മെറിറ്റിലേക്ക് പരിഗണിക്കുന്നതാണ്. കാറ്റഗറി വൈസുള്ള ലിസ്റ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് സ്ക്രോൾ ചെയ്ത് അവരുടെ റാങ്ക് ഡീറ്റെയിൽസുകൾ മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഓൾ ഇന്ത്യ കൗൺസിലിംഗിന്റെ 1-ാം റൗണ്ടിന്റെ ഫലം ഇന്ന് പ്രസിദ്ധീകരിക്കുകയാണ്. MBBS BDS കേന്ദ്ര കൗൺസിലിംഗിന്റെ 1-ാം റൗണ്ട് ഫലം മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റി MCC ഇന്ന് വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തും. 2 കോളേജുകളെ സീറ്റ് മെട്രിക്സിൽ നിന്നും നീക്കം ചെയ്തിട്ടുണ്ട്. ദത്ത മേഘൈ നാഗപ്പൂർ കോഡ് 525, മണിപ്പാൽ ടാറ്റ ജംഷഡ്പൂർ കോഡ് 528. ഈ 2 കോളേജുകളും നീറ്റ് 1-ാം റൗണ്ടിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക.
ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകൾക്ക് വേണ്ടി നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ഒപ്പം തന്നെ ബെൽ ഐക്കണും പ്രസ് ചെയ്യുക. നമ്മളിടുന്ന ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കൂടാതെ നിങ്ങളുടെ ലൈക്കും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.